പ്രിയങ്ക ഗാന്ധി എവിടെ? 64 വർഷത്തിന് ശേഷം ഗുജറാത്തിൽ കോൺഗ്രസിന്റെ നിർണായക AICC സമ്മേളനം നടക്കുമ്പോൾ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയാവുകയാണ് പ്രിയങ്ക ഗാന്ധി. നേരത്തെ വഖഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ വന്നപ്പോഴും പ്രിയങ്ക ഗാന്ധിയുടെ അസാന്നിധ്യം സജീവ ചർച്ചയായിരുന്നു. അർബുദം ബാധിച്ച സുഹൃത്തിനെ കാണാൻ ഒരു വിദേശ രാജ്യത്താണ് പ്രിയങ്ക എന്നാണ് വിശദീകരണം. അഹമ്മദാബാദ് സമ്മേളനത്തിൽ പല ചർച്ചകളും പ്രിയങ്കയെ കേന്ദ്രീകരിച്ചാണ്. പാർട്ടിയിൽ നിർണായക റോളിലേക്ക് പ്രിയങ്ക വരുമെന്നാണ് അണിയറ ചർച്ചകൾ. തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് മുന്നിലേക്ക് പ്രിയങ്ക എപ്പോൾ എത്തുമെന്നത് ദശാബ്ദങ്ങളോളം ഇന്ത്യൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പല മാസികകളുടെയും കവർ പേജ് പ്രിയങ്കയായിരുന്നു. പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്കയുടെ ഓപ്പണിംഗ് എന്ന് പലരും പറഞ്ഞു. കാരണം കോൺഗ്രസിന്റെ തുറുപ്പുകുലാനാണ് പ്രിയങ്ക ഗാന്ധി. 1999 ലക്നൌവിൽ അടൽ ബിഹാരി വാജ്പേയിക്കെതിരെ പ്രിയങ്കയെ മത്സരിപ്പിക്കണമെന്ന് അന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഗാന്ധി കുടുംബത്തിന്റെ ഉത്തരം നോ എന്നായിരുന്നു. 2004 പ്രവർത്തകർ ഈ വികാരം വീണ്ടും പങ്കുവച്ചു. ഇന്ന് പ്രിയങ്ക വയനാടിന്റെ MP ആണ്. ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയും ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുൽ ഗാന്ധിയും പാർട്ടിയെ നയിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കോൺഗ്രസിന്റെ വാർ റൂം സ്ട്രാറ്റജിസിൽ നിന്ന് പുറത്തേക്ക് താഴെത്തട്ടിൽ പ്രവർത്തനം ശക്തമാക്കി പാർട്ടിയെ ഒന്നിൽ നിന്ന് കെട്ടിപ്പടുക്കാൻ ഗുജറാത്തിലെ AICC സമ്മേളനത്തിനാകുമോ? പട്ടേലിന്റെയും ഗാന്ധിജിയുടെയും മണ്ണിൽ കോൺഗ്രസ് സമ്മേളനം പൂർത്തിയായപ്പോൾ സംഘടനാ ദൗർബല്യം എന്ന വെല്ലുവിളി ഏത് രീതിയിലായിരിക്കും കോൺഗ്രസ് മറികടക്കുക? 3 പതിറ്റാണ്ടുകളായി അധികാരമില്ലാതെ തുടരുന്ന ഗുജറാത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് ആശ്വാസം നൽകാൻ സമ്മേളനം അവിടെ തന്നെ നടത്തണമെന്നത് രാഹുൽ ഗാന്ധിയുടെ ആശയമായിരുന്നു. CCകൾക്ക് കരുത്താകുന്ന തീരുമാനങ്ങൾ, പ്രതാപകാലത്തിലേക്ക് മടങ്ങിപ്പോകാൻ പാർട്ടിയെ അടിമുടി നവീകരിക്കുക, അങ്ങനെ ക്രിയാത്മകമായ തീരുമാനങ്ങൾ പലതാണ്. എന്തായാലും ജനാധിപത്യ രാജ്യത്ത് കോൺഗ്രസ് ഒരു പ്രതീക്ഷയാണ്. 3 പതിറ്റാണ്ടുകളായി അധികാരത്തിലെത്താൻ കഴിയാത്ത കോൺഗ്രസ് ഗുജറാത്തിലെ സബർമതി തീരത്ത് നിന്നാണ് ഉയർത്തെഴുന്നേൽപ്പിന്റെ സൂചന നൽകുന്നത്.